ഗായ്സ്, വെൽക്കം ബാക്ക് ടു അഫ്രിൻഷാസ് വേൾഡ്. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? ഇവിടെ അൽഹംദുലില്ലാ അടിപൊളിയായി പോണ്. പിന്നെ ഇപ്പോൾ മസ്കറ്റിൽ വെക്കേഷനൊക്കെ ആയപ്പോൾ എൻ്റെ ബ്രദറും ഫാമിലിയൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മളിങ്ങനെ നല്ല അടിപൊളിയായിട്ട് പോകണം അൽഹംദുലില്ലാ. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ ഗൈസ്, ഒരു ഷട്ട ബഡേ ബിരിയാണി. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ മക്കളെ, അരിഞ്ഞു വെച്ച ഒരു 6 സവോള നല്ല നൈസായി അരിഞ്ഞിട്ട് അത് നമ്മളങ്ങോട്ട് വെളിച്ചെണ്ണയിലിട്ടൊന്ന് വാട്ടി, അത് വാടി വന്നപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു, 2-3 പച്ചമുളക്. ഞങ്ങൾ പൊതുവെ എരിവ് വളരെ കുറവുള്ള ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 3 പച്ചമുളക് നെടുക കീറിയിട്ട് ഇട്ടു. കുനുകുനാക്കി അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എരിവ് കൂടും. അപ്പോൾ അത് കാരണം ഞങ്ങൾ പൊതുവെ എരിവ് ഭയങ്കര കുറവിൻ്റെ ആൾക്കാരാണ് കേട്ടോ. പിന്നെ കുരുമുളക് എരിവൊക്കെയാണ് അധികവും ഇഷ്ടം. അങ്ങനെ അപ്പോൾ നമ്മൾ എന്നിട്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ സവോള വാടുമ്പോൾ തന്നെ ഇട്ടിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് മുളക് പൊടി, മല്ലിപ്പൊടി ഒക്കെ ഇട്ട് കൊടുത്ത്. അപ്പോൾ എന്തോരെന്നുള്ള കണക്കൊന്നും എന്നോട് ചോദിക്കരുത്, എനിക്ക് അങ്ങനെ കണക്കൊന്നുമില്ല. അതിങ്ങനെ ഇടുമ്പോൾ വരും എനിക്ക്. അപ്പോൾ അതുപോലെ അങ്ങോട്ട് ഇടും. അപ്പോൾ നമ്മളുടെ ഈ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ നമ്മളിതാ തക്കാളി അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുത്തു. തക്കാളി കൂടി വാടിയപ്പോൾ നമ്മൾ ചിക്കനും ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ അപ്പുറത്ത് പുട്ട് വെക്കണുണ്ട് കേട്ടോ. ഞാൻ രാവിലെ എന്ത് ഫുഡ് ഉണ്ടാക്കുമ്പോഴും ഏർലി മോർണിംഗ് തന്നെ ഞാൻ ഉണ്ടാക്കും. ഒന്നും ലേറ്റ് ആവാൻ വെക്കൂല, എനിക്ക് വേഗം പണികളൊക്കെ കഴിയണം. അപ്പോൾ അതാ ബ്രേക്ക്ഫാസ്റ്റ് അപ്പുറത്ത് ആകുന്നുണ്ട്. അതിൻ്റെ ഒപ്പം എന്താ ഇവിടെ നമ്മളുടെ ഷഡപ്പട ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മൾ ഒരു ഹാഫ് ലെമണും കൂടെ പിഴിഞ്ഞു കൊടുത്ത്, പിന്നെ അതുപോലെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ എന്നിട്ട് പിന്നെ ഞാൻ ഗരം മസാല എല്ലാം കഴിഞ്ഞ് സെറ്റാക്കിയതിന് ശേഷമാണ് ഞാൻ ഇട്ട് കൊടുക്കാറ്. അപ്പോൾ നമ്മളുടെ അത് സെറ്റായപ്പോൾ ഞാൻ തീ കുറച്ചിട്ടിട്ട് അപ്പുറത്തെ സ്റ്റൗവിലേക്ക് എടുത്ത് വെച്ചു. ഇനി നമുക്ക് കുറച്ച് ചോറ് വെക്കാം. ബിരിയാണി ദമ്മിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ നെയ്ച്ചോറ് നമ്മൾ വെക്കാം. കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ഏലക്കായ, കുരുമുളക്, കറുകപ്പട്ട, പിന്നെന്താണ് ജാതിപത്രി, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുത്ത്, പിന്നെ നമ്മളുടെ വെള്ളം എന്ന് വെച്ചാൽ നമ്മൾ അരി എത്ര എടുക്കുന്നോ, ഇപ്പോൾ 6 ഗ്ലാസ് അരിയാണെന്നുണ്ടെങ്കിൽ 12 ഗ്ലാസ് പ്ലസ് 1 ഗ്ലാസ് വെള്ളം കൂടെ വെക്കും. അങ്ങനെ 13 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ആ വെള്ളം തിളച്ചപ്പോൾ ഞാൻ കഴുകി വാറ്റ വെച്ച അരിയാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഇതിലിട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട്, ഉപ്പ് കറക്റ്റാണോ എന്നൊക്കെ ഒന്ന് തൊട്ട് നോക്കിയിട്ട് നമ്മൾ മൂടി വെക്കും. മൂടി വെച്ചതാ അരി ഇതുപോലെ ഇത്രയ്ക്ക് വെന്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, തീ കുറച്ചിട്ട് മൂടിയിടും. എന്നിട്ട് പിന്നെ നമ്മളുടെ ഈ നോൺ സ്റ്റിക്കിൻ്റെ പാനിൻ്റെ മൂടിക്കൊക്കെ ഹോൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്ത് ചെയ്യും, ഞാൻ ഒരു പേപ്പർ കഷ്ണം എടുത്ത് ചുരുട്ടിയിട്ട് ആ ഹോളിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കും കേട്ടോ. കാരണം അപ്പോൾ ആ ആവി പുറത്തേക്ക് പോകില്ല, അതിൽ തന്നെ അങ്ങനെ നിന്ന് നല്ല കറക്റ്റ് വേവാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അതിന് ശേഷം ഞാനൊരു പാൻ വെച്ചിട്ട്, അപ്പോൾ നമ്മളുടെ ചോറ് സെറ്റായപ്പോൾ ഞാനത് മാറ്റി വെച്ചു. അതിനിടയിൽ മസാല സെറ്റായി, അപ്പോൾ അത് ഓഫ് ചെയ്തു. അപ്പോൾ നമ്മൾ പാൻ വെച്ചിട്ട് കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് മുന്തിരി, അണ്ടിപ്പരിപ്പ് കഴിഞ്ഞിരിക്കുകയായിരുന്നു, അപ്പോൾ അതുകൊണ്ട് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടില്ല, മുന്തിരി ഇട്ടു. മുന്തിരി ഒന്ന് വാടി വന്നപ്പോൾ നമ്മൾ അതെടുത്ത് മാറ്റിങ്ങിട്ട് കുറച്ച് കറിവേപ്പിലയും സവോളയും കൂടെ ഇട്ട് കൊടുത്തു. അപ്പോൾ അത് രണ്ടും കൂടെ നന്നായി വാട്ടിയെടുത്തു കേട്ടോ. എന്നിട്ട് നല്ല മൊരിഞ്ഞ പോലെ ഇത് നമ്മൾ ഇടുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ചോറ് ദമ്മിടുമ്പോൾ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അത് മാത്രമല്ല, ഇത് വെറുതെ തിന്നാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. പണ്ടൊക്കെ ഞാൻ എപ്പോഴും ഇങ്ങനെ അടുക്കളയിൽ ഉമ്മിച്ച് ബിരിയാണി ഉണ്ടാക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഇത് ഇങ്ങനെ ഓരോ ഇത്രീശ് എടുത്തിടും. അപ്പം ഇനി അത് ദമ്മിടാൻ പോകണം. അപ്പം നമ്മൾ മസാല ഉണ്ടാക്കിയ പാനിലാണ് നമ്മൾ ദമ്മിടാൻ പോണത്. അപ്പോൾ ആദ്യം തന്നെ എന്തെന്ന് വെച്ചാൽ കുറച്ച് മസാല ഒരു പ്ലേറ്റിലേക്ക് നമ്മൾ മാറ്റി വെക്കും. എന്നിട്ട് പിന്നെ നമ്മൾ ദമ്മിടും കേട്ടോ. അപ്പോൾ മസാല ഒക്കെ നല്ല മണമുണ്ട്. ഞാൻ പൊരിച്ച് വെക്കൽ കുറവാണ് കേട്ടോ. എനിക്ക് പരമാവധി ഇങ്ങനെ ഉണ്ടാക്കാൻ തന്നെയാണ് ഇഷ്ടം. പിന്നെ നമ്മൾ ഗസ്റ്റ് ക്ഷണിക്കുന്ന ആരെങ്കിലുമൊക്കെ പൊരിച്ചതാണ് ഇഷ്ടം എന്നൊക്കെ പറയുമ്പോൾ മാത്രമാണ് ഞാൻ പൊരിച്ച് വെക്കാറ്. ഇപ്പം ഈ ടേസ്റ്റിനാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പം നമ്മളത് കുറച്ച് മാറ്റി വെച്ചിട്ട് നമ്മളുടെ ചോറ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒട്ടും പരസ്പരം ഒന്നും ഒട്ടാണ്ട് നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അത് ആദ്യം തന്നെ നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ കുറേശ്ശെ ഈ മസാല പാനിലേക്ക് ഇടുകയാണ് കേട്ടോ.
നമ്മൾ മസാല പാനിലേക്ക് ഇടുകയാണ്. അത് ഫസ്റ്റ് ഒരു ലെയർ നമ്മൾ ഇട്ട് കൊടുക്കും. ഇട്ടിട്ട് കുറേശ്ശെ ഇട്ട് അതൊക്കെ ഇങ്ങനെ പരത്തി കൊടുത്തതിന് ശേഷം വീണ്ടും കുറച്ച് അതിനിടയിൽ ഇതാ നമ്മളുടെ മല്ലിച്ചപ്പും പുതിനൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിട്ട് കൊടുത്തു, സവോള ഇട്ട് കൊടുത്തു, മുന്തിരി ഇട്ട് കൊടുത്തു. എന്നിട്ട് പിന്നെ നമ്മളവിടെ മാറ്റി വെച്ചിട്ടില്ലേ കുറച്ച് മസാല, ആ മസാല നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഇട്ട് കൊടുക്കും കേട്ടോ. ഇതിപ്പോൾ ഞാനിട്ടത് പൈനാപ്പിൾ അരിഞ്ഞു വെച്ചതാണ്. പൈനാപ്പിളും കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ടായി. എനിക്ക് ഈ എസൻസൊക്കെ ഒഴിക്കുന്നതിലും ഇഷ്ടം ഇതാണ്. പിന്നെ എസൻസ് ഒഴിക്കൽ ഒരു ചടങ്ങായതുകൊണ്ട് തന്നെ ഗസ്റ്റിനൊക്കെ ക്ഷണിക്കുമ്പോൾ ഒരിത്തിരി ലിറ്റിൽ ഓരോ 2-3 ഡ്രോപ്പ് മാത്രം ഞാൻ ആഡ് ചെയ്യാറുണ്ട് കേട്ടോ. നമ്മളുടെ ഫൈനൽ സ്റ്റെപ്പ് ഇതേ കുറച്ച് ചോറും കൂടെ നമ്മൾ ഇവിടെ ആഡ് ചെയ്ത് ഫുള്ള് ഫില്ല് ചെയ്തു. ഇനി നമ്മൾ ഈ അരിഞ്ഞു വെച്ച മല്ലിച്ചപ്പും പുതിനൊക്കെ ഫുള്ള് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നമ്മളുടെ ഈ സവോളയും ഇതൊക്കെ ഇട്ട് നല്ല സെറ്റാക്കി വെക്കാൻ പോണേ. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ചോറ് നമ്മൾ അങ്ങനെ തന്നെ വെക്കുകയാണ് കേട്ടോ. കാരണം ഉണ്ണികളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ചിലപ്പോൾ പ്ലെയിൻ റൈസ് ആവും ഇഷ്ടപ്പെടുക. നമ്മളുടെ ഈ പുല്ലും ഇലയും ഇതൊന്നും ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ നമ്മൾ അതങ്ങനെ തന്നെ ഞാൻ മാറ്റി വെക്കുകയാണ്. എന്നിട്ട് പിന്നെ നമ്മൾ ഇതൊക്കെ മൂപ്പിച്ച് ആ നെയ്യ് ഉണ്ടല്ലോ, പശു നെയ്യ്, അത് നമ്മൾ മുകളിൽ ഒഴിച്ചു കൊടുത്ത് പിന്നെ ഞാൻ ഒരു ഹാഫ് ലെമണും കൂടെ ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിന് ശേഷം കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തു. അങ്ങനെ നമ്മൾ ദമ്മിട്ടു. ഒരു 5-10 മിനിറ്റ് ദമ്മിട്ടു. ഇതാ നമ്മളുടെ ഗസ്റ്റൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മളിതാ ഫുഡൊക്കെ വിളമ്പി എല്ലാവരും കഴിച്ചു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി ഗായ്സ്. എല്ലാവരും പറഞ്ഞ് നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഷഡ്ഡപ്പെട്ട ബിരിയാണി. പേര് പോലെ തന്നെ നല്ല എളുപ്പമല്ലേ ഗായ്സ്. താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റ ബൈ ബൈ, സീ യു.